ഫേസ്ബുക്കിൽ APKS ഓർഗാനിക് കമ്പനിയുടെ പരസ്യം കണ്ടു. ഇത് പൂർണ്ണമായും പ്രകൃതിദത്ത വളമാണ്. ഞാൻ അഭിമാനും FL77 വാങ്ങി എന്റെ റോസ് ചെടികളിൽ ഉപയോഗിച്ചു. തുടക്കത്തിൽ ഇലപ്പുള്ളി രോഗം വ്യാപകമായിരുന്നു. അതിനുശേഷം ഇലകൾ നന്നായി പച്ചയായി. അതിനാൽ ഇപ്പോൾ ഞാൻ എല്ലാ ചെടികൾക്കും ഇത് ഉപയോഗിക്കുന്നു. മൂന്നാം തവണയും ഉപയോഗിച്ചപ്പോൾ നല്ല മാറ്റം ഞാൻ കണ്ടു. പ്രശ്നം പരിഹരിച്ചു. ഈ റോസ് പൂവ് വിൽപ്പനയിൽ 10 രൂപയ്ക്ക് കൂടി വിൽക്കുന്നു. ഈ റോസ് ചെടിയുടെ തണ്ട് വളരെ വലുതും വീതിയുള്ളതുമാണ്. ഹലോ, എന്റെ പേര് ശർവൻ കുമാർ. ഞാൻ വെല്ലൂർ ജില്ലയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ കൃഷി ചെയ്യുന്നു. എന്റെ അച്ഛന്റെ കാലം മുതൽ ഞാൻ കൃഷി നോക്കുന്നുണ്ട്. ഒരു പൂ മാർക്കറ്റും ഒരു മുല്ലപ്പൂ പൂക്കടയുമുണ്ട്. ഞങ്ങൾ രണ്ടും നോക്കുന്നുണ്ട്. ഫേസ്ബുക്കിൽ APKS ഓർഗാനിക് കമ്പനിയുടെ പരസ്യം കണ്ടു. ഇത് പൂർണ്ണമായും പ്രകൃതിദത്ത വളമാണ്. ഞാൻ അഭിമാനും FL77 വാങ്ങി എന്റെ റോസ് ചെടികളിൽ ഉപയോഗിച്ചു. ഞാനിത് 2 തവണ നൽകി. ഇപ്പോൾ ഇത് നല്ലതാണ്. ഞാനിത് തുടർച്ചയായി ഉപയോഗിക്കുന്നു. പഴയ പൂന്തോട്ടത്തിനും പുതിയ പൂന്തോട്ടത്തിനുമിടയിൽ നല്ല വ്യത്യാസമുണ്ട്. തുടക്കത്തിൽ ഞാനിത് 1 ഏക്കറിൽ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. നല്ല ഫലം നൽകിയതിനാൽ ഈ റോസ് ചെടികൾക്കും ഞാൻ ഇത് നൽകാൻ തുടങ്ങി. 2 ഏക്കർ റോസ് ഗാർഡൻ, 1 ഏക്കർ പേര, 3 ഏക്കർ മൾബറി എന്നിവ ഞാൻ ചെയ്യുന്നു. പഴയ തോട്ടത്തിൽ ഞാൻ ഇത് ഉപയോഗിച്ചപ്പോൾ തുടക്കത്തിൽ ഇലപ്പുള്ളി രോഗം കൂടുതലായിരുന്നു. പിന്നീട് ഇലകൾ പച്ചയായി. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ ചെടികൾക്കും ഇത് ഉപയോഗിക്കുന്നത്. 2-3 തവണ കൂടി ഉപയോഗിച്ചാൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. മൂന്നാം തവണ ഞാൻ ഇത് ഉപയോഗിച്ചപ്പോൾ നല്ല മാറ്റമുണ്ടായി. പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ചു. 10 ദിവസത്തിനു ശേഷം ഞാൻ ഇത് വീണ്ടും ഉപയോഗിച്ചാൽ ഫലം എന്തായിരിക്കുമെന്ന് കാണാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. ഈ FL77നൊപ്പം പ്രകൃതിദത്ത വേപ്പെണ്ണ ഉപയോഗിച്ചാൽ കീടങ്ങളുടെ ആക്രമണം കൂടുതൽ കുറയും. പുറത്തുനിന്ന് വരുന്ന ചെറിയ പ്രാണികളും കുറയുന്നു. 10 ലിറ്റർ വെള്ളത്തിന് 200 മില്ലി എന്ന നിരക്കിൽ FL77 മരുന്ന് ഞാൻ ഉപയോഗിച്ചു. 1 ലിറ്റർ വെള്ളത്തിന് 2.5 മില്ലി എന്ന നിരക്കിൽ വേപ്പെണ്ണ ഉപയോഗിക്കുന്നു. ഈ പൂവിന്റെ തണ്ട് കുറഞ്ഞത് 3 ഇഞ്ച് വളരുന്നു. ഈ റോസാപ്പൂവ് വിൽപ്പനയിൽ 1 രൂപ 10 രൂപയാക്കി വിൽക്കാൻ സാധിച്ചു. ഈ റോസ് ചെടിയുടെ തണ്ട് വളരെ വലുതും വീതിയുള്ളതുമാണ്. നന്ദി.